നമസ്കാരം. മഹാരാഷ്ട്രയും തെലങ്കാനയും അടക്കം ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ നിക്ഷേപമാണ് ദാവോസിൽ ഈ കഴിഞ്ഞ ലോക സാമ്പത്തിക ഫോറത്തിൽ ഭാരതം സ്വീകരിച്ചത്. ഇന്ന് ലോകത്തിനു മുന്നിൽ ഭാരതത്തെ സ്വയം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും ലോകരാജ്യങ്ങൾ ഭാരതത്തെ തേടി ഇങ്ങോട്ട് വരുന്ന സാഹചര്യമാണെന്നും തുറന്നു പറഞ്ഞത് ഇന്ത്യൻ വ്യവസായിയും എയർടെൽ സ്ഥാപകനുമായ സുനിൽ മിത്തൽ ആയിരുന്നു. അത്തരത്തിൽ ഭാരതം ലോകത്തിനു മുന്നിൽ തിളങ്ങി നിന്ന വേദിയിൽ ചൈന ഒന്നും ആകാനാകാതെ നിൽക്കുന്ന ദയനീയ കാഴ്ചയാണ് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയുടേതായി കണ്ടത്. ചൈന ഇപ്പോഴും ഒരു തിളങ്ങുന്ന സ്ഥലമാണെന്നും അതിന്റെ സമ്പദ് വ്യവസ്ഥ ശരിയായ സ്ഥാനത്താണെന്നും ലോക സാമ്പത്തിക ഫോറത്തിൽ പ്രഖ്യാപിക്കാനുള്ള വലിയ ശ്രമം തന്നെ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നാൽ നിക്ഷേപകരുടെ ഇടയിൽ കാര്യമായ പ്രതിഫലനങ്ങൾ ചൈനയുടെ നേർക്കുണ്ടാകാത്തത് ചൈനയ്ക്ക് വലിയ ക്ഷീണമായി മാറിയിരിക്കുകയാണ്. ലീ ക്വിയാങ് തന്നെ ലോക സാമ്പത്തിക ഫോറത്തിൽ വന്നത് ചൈനീസ് സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ കുഴപ്പമില്ലാത്ത പ്രകടനം തന്നെ നടത്തിയിട്ടും അവരുടെ ആത്മവിശ്വാസമില്ലായ്മ തുറന്ന് പ്രകടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ചൈനയുടെ പവർ റാങ്കിങ്ങിൽ രണ്ടാമതായ അവരുടെ പ്രീമിയർ ലീ ക്വിയാങ് തന്നെ സാമ്പത്തിക ഫോറത്തിൽ വന്നത് എത്രമാത്രം ചൈന നിരാശരാണ് എന്നതിന്റെ തുറന്ന തെളിവാണ്. ഇത് നിക്ഷേപകർക്കിടയിലും പ്രതിഫലിച്ചു. ആഴത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധി, പ്രാദേശിക സർക്കാരുകൾ നേരിടുന്ന കടക്കെണി, കുറഞ്ഞ ഡിമാൻഡും ഉയർന്ന നിക്ഷേപവും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ നേരിടൽ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കിടക്കുന്നതിനാൽ അവയെ സംബന്ധിച്ച ഒരു മാർഗരേഖ ഇത്തവണ ചൈന അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത്തരത്തിലൊന്ന് ചൈനയിൽ നിന്നും ലഭിക്കാത്തതും നിക്ഷേപകർക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ചൈനീസ് ജനത ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിൽ പണം ചെലവഴിക്കാൻ തയ്യാറല്ലെന്ന് നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലൊരു സ്ഥലത്തേക്ക് നിക്ഷേപിക്കാൻ ആരും തയ്യാറാവുകയില്ല എന്നതും ഒരു ഘടകമായി. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ മൂന്നാം ടൈമിലെ അധികാര കേന്ദ്രീകരണമാണ് മറ്റൊരു മൂലകാരണങ്ങളിലൊന്ന്. ഇത് നയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ താഴ്ന്ന തലങ്ങളിൽ അവ്യക്തത സൃഷ്ടിക്കുന്നു. അതുപോലെ പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിലും പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. എന്തായാലും ഘടനാപരമായി ചൈനീസ് സമ്പദ് വ്യവസ്ഥയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പ്രധാന കാരണം ഷീ ജിൻപിങ് തന്നെയാണ്. ഇത്തരത്തിൽ മുന്നോട്ടു പോകാനാണ് ചൈന തീരുമാനിക്കുന്നതെങ്കിൽ അതിന്റെ അന്ത്യം ആസന്നമാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ കഴിഞ്ഞ ലോക സാമ്പത്തിക ഫോറത്തിൽ കണ്ടതും.